ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 11. ഹിരണ്യകശിപുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ജനനം. ശ്ലോകം 1. ക്രമേണ സർഗേ പരിവർത്തമാനേ കഥാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. പദം. ക്രമേണ സർഗേ പരിവർത്തമാനേ കഥാപി ദിവ്യാസനഗ ആദയഃ തേ ഭവത് വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുത മന്ദിരേശ. അർത്ഥം: അല്ലയോ ഗുരുവായൂരപ്പ, ക്രമത്തിൽ സൃഷ്ടി വർദ്ധിച്ചുകൊണ്ടിരിക്കെ ഒരിക്കൽ ദിവ്യരായ സനകാദികൾ അങ്ങയെ കാണുവാൻ വൈകുണ്ഠലോകത്തിലെത്തി. ശ്ലോകം 2. മനോജനൈശ്രേയസകാനനാദി അനേകവാപീ മണിമന്ദിരൈച്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാവുതതീതകക്ഷ്യ. പദം. മനോജ്ഞ നൈശ്രേയസ കാനന ആദ്യൈഃ അനേക വാപീ മണിമന്ദിരൈ ച അനോപമം തം ഭവത നികേതം മുനി ഈശ്വര പ്രാവു അതീത കക്ഷ്യ. അർത്ഥം: മനോഹരമായ നൈശ്രേയസം എന്ന ഉദ്യാനം, അനേകം തടാകങ്ങൾ, മണിഹർമ്മ്യങ്ങൾ എന്നിവയാൽ കിടയറ്റ അവിടുത്തെ ഭവനത്തിൽ പുറമേയുള്ള കെട്ടുകളെല്ലാം കടന്ന് ആ മുനീശ്വരന്മാർ അകത്ത് പ്രവേശിച്ചു. ശ്ലോകം 3. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്തൗ ജയസ്താൻ വിജയോഭ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. പദം. ഭവത് ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്തൗ ജയ താൻ വിജയ അഭി അരുന്ധാം തേഷാം ച ചിത്തേ പദം ആപകോപഃ സർവം ഭവത് പ്രേരണയാ ഏവ ഭൂമൻ. അർത്ഥം: അങ്ങയെ കാണാൻ കൊതിച്ച് ഗ്രഹത്തിലേക്ക് കടക്കാൻ ഭാവിച്ച ആ സനകാദികളെ ദ്വാരപാലകരായ ജയവിജയന്മാർ തടഞ്ഞു. അവരുടെ മനസ്സിൽ കോപം ഉണർന്നു. ഹേ ഭൂമൻ, എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെ. ശ്ലോകം 4. വൈകുണ്ഠലോകാനുചിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാൻ ദൈത്യഗതിം ഭജേദം ഇതി പ്രശപ്തൗ ഭവദാശയൗ തൗ ഹരിസ്മൃതിർനോസ്തി നേമതുസ്തവാൻ. പദം. വൈകുണ്ഠലോക അനുചിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രശപ്തൗ ഭവദ ആശ്രയൗ തൗ ഹരിസ്മൃതി ന അസ്തു ഇതി നേമതു താൻ. അർത്ഥം: വൈകുണ്ഠലോകത്തിന് ചേരാത്ത പ്രവർത്തി ചെയ്ത ക്രൂരന്മാരായ നിങ്ങൾ അസുരജന്മ പ്രാപിക്കട്ടെ എന്ന് മുനികളാൽ ശപിക്കപ്പെട്ടു. അങ്ങയുടെ ആശ്രിതരായ അവർ ഞങ്ങൾക്കെന്നും ഹരിസ്മരണ ഉണ്ടാവട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സനകാദികളെ നമസ്കരിച്ചു. ശ്ലോകം 5. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹുരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹു ആനന്ദയം സ്ത്വാൻ അഭിരാമമൂർത്തിയ. പദം. തത് ഏതത് ആജ്ഞായ ഭവാൻ അവാപ്തഃ സഹ ഏവ ലക്ഷ്മ്യാ ബഹി അംബുജാക്ഷ ഖഗ ഈശ്വര ഹംസ അർപ്പിത ചാരു ബാഹു ആനന്ദയൻ താൻ അഭിരാമമൂർത്തിയ. അർത്ഥം: അല്ലയോ താമരക്കണ്ണ, അവിടുന്ന് ഇതറിഞ്ഞ് ലക്ഷ്മി സമേതനായി ഗരുഡൻ്റെ ചുമലിൽ കൈവച്ച് തൻ്റെ സുന്ദര രൂപത്താൽ അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട് പുറത്തു വന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർത്തട്ടെ. ഹരി ഓം തത്സത്.